തത്തച്ചുണ്ട മാങ്ങയാണ്. തത്തച്ചുണ്ടെന്ന് വെച്ചാല് ശരിക്കും തത്തയുടെ ചുണ്ട് കുറച്ച് ഉരുണ്ടിട്ടാണ്. അപ്പൊ ആ ഉരുണ്ട ചുണ്ട് പോലെ ഇരിക്കുന്നതാണ് തത്തച്ചുണ്ട. തത്തച്ചുണ്ട മാങ്ങ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ പച്ചയ്ക്കാണ് കൂടുതൽ ഉപയോഗിക്കാം. പഴുത്താൽ നല്ല പുഴുവാണ്. പുഴെന്ന് പറഞ്ഞാൽ പുഴുവിൻ്റെ ആറാട്ടാണ്. കാരണം അത്രയും സ്വാദുള്ള, ചൊന കുറവുള്ള, എന്നാൽ മണമുള്ള. സാധാരണ ചൊനയാണ് അതിന് മണത്തിനോട് കുറച്ചുകൂടെ ഒന്ന് മണത്തിനെ കൂട്ടുന്ന ആ ചൊനയുടെ ഫ്ലേവറാണ്. പക്ഷെ ചൊന കുറവും മണം നന്നായിട്ട് കൂടുതലുമല്ല. ഇത് ഇവിടെ വൈശാഖ് എടുത്തെന്നുള്ള വൈശാഖാണ് ഇത് പറിച്ചുകൊണ്ട് തന്നത്. അവന് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ ആ ഒരു തൊലിയുടെ മുകളിൽ കുത്തി വെച്ചേക്കുന്ന മുട്ട അബോട്ടായി പോയിട്ടാണ് ശരിക്കും തിന്നാൻ പറ്റുന്നത്. അവനോട് നന്ദി അറിയുന്നുണ്ട്. കാരണം ഏകദേശം അവന് നാട്ടിൽ നടന്ന് ഓരോ മാവും ഐഡൻറ്റിഫൈ ചെയ്ത് അവന് പറ്റാവുന്നിടത്തെല്ലാം കയറി പറിച്ച് അവൻ ആ മാങ്ങകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് നമ്മളത് അവന് മെച്ചപ്പെട്ട തുകയാണ് കൊടുക്കുന്നത് അതിന്. പക്ഷെ ഒത്തിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ അവന്. നമുക്ക് തത്തച്ചുണ്ട മാങ്ങ തിന്നാം. നല്ല മണ, ഒരു രക്ഷയില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വല്ലപ്പോഴും ആണ് നമുക്കൊരു തത്തച്ചുണ്ടം മര്യാദയ്ക്ക് കിട്ടുന്നത്. അന്ന് ഈ ചൂടുവെള്ളത്തിൽ മുക്കുന്ന വിദ്യകളൊന്നും അത്ര അറിയില്ല. അപ്പോൾ പച്ചയ്ക്ക് തന്നെ പറിച്ചുകൊണ്ട് പോകും മാങ്ങ കച്ചവടക്കാർ. പിന്നെ തത്തച്ചുണ്ടനാണ് ഇവിടെ കടുവമാങ്ങയ്ക്കൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഓണാട്ടുകരയിൽ പ്രശസ്തം. ഈ കുട്ടനാടിൻ്റെ തോടിൻ്റെ കരയിലാണ് പൊതുവേ ഈ തത്തച്ചുണ്ടൻ കാണല്. നേരത്തെ പൂക്കവും കായ്ക്കൊക്കെ ചെയ്യും. നല്ല മധുര, ഒരു രക്ഷയില്ല. തത്തച്ചുണ്ടനും കിളിച്ചുണ്ടനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ചുണ്ടാണെങ്കിലും നാരിൻ്റെ വലിപ്പം തത്തച്ചുണ്ടനും കൂടുതലും കിളിച്ചുണ്ടടി കുറവുമായിരിക്കും. അതിന് നല്ല നാര് അല്ല, ഒരു രക്ഷയില്ല. ഒരു 3 വർഷമായിട്ടാണ് വൈശാഖ്, 3-4 വർഷമായി അല്ലേ വിത്തുട്ടാ വൈശാഖിനെ കൊണ്ടുവരിക. ഈ നാട്ടിലെ വിഭവങ്ങൾ മോശമായി പോകാതെ നാട്ടുകാർക്ക് എത്തിക്കാന്ന് പറയുന്നത് ഒരു നീതിയാണ്. അവരോട് പുലർത്തുന്ന വിഭവങ്ങളോട് പുലർത്തുന്ന നീതി, നമ്മുടെ നാട്ടുകാരോട് പുലർത്തുന്ന നീതി. അതേപോലെ തന്നെ പ്രകൃതി കൃഷിയും ജൈവ കൃഷിയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇഷ്ടമുള്ള, അതിന് പ്രചോദനം നൽകുന്ന ഒരു കുട്ടിയും കൂടിയാണ് വൈശാഖ്. നമുക്ക് ഒത്തിരി റെസ്പെക്റ്റ് തോന്നുന്ന ഒരു കുട്ടിയാണ്. എന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പൊതുവേ നമ്മളെ സാധാരണക്കാര് ആയിട്ടുള്ള ജനങ്ങളെ കൊണ്ട് പറ്റാത്ത ചില സേവനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ നമ്മൾ നന്നായിട്ട് റെസ്പെക്ട്. തത്തച്ചുണ്ട മാവിൻ്റെ വിശേഷങ്ങളായിട്ട് സ്നേഹം, സന്തോഷം. മകൻ